ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ ഇരുന്നിട്ട് ഷാനവാസ് ആര്യനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിസ്സംശയം പറയാനായിട്ട് പറ്റും. ആര്യനെ പറ്റി എന്തൊക്കെയാണ് ഷാനവാസ് ഇരുന്ന് പറയുന്നത്. ആര്യന്റെ ഓരോ ഉഡായ്പകളെ പറ്റിയും കള്ളത്തരങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. തുറന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെ ഷാനവാസ് സംസാരിക്കുന്നുണ്ട്. ആര്യൻ ആ ഒരു സ്ഥാനത്ത് നിന്ന് കൈവിട്ടിട്ടും ബിഗ് ബോസ് അനൗൺസ് ചെയ്തില്ല. ഇങ്ങനെ ഒരു ഷോ നടത്തുന്ന സമയത്ത് അവർക്കറിയാം ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ ജയിക്കണം, എവിടെ സംസാരിക്കണം, എവിടെ സംസാരിക്കണ്ട എന്നൊക്കെ ബിഗ് ബോസിന് അറിയാം. അതുകൊണ്ടാണ് ബിഗ് ബോസ് ഒന്നും പറയാതിരുന്നത്. സാബുമാൻ ജസ്റ്റ് ഒന്ന് കൈ മാറ്റിയപ്പോൾ തന്നെ പുറത്തായി എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. പിന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഷാനവാസ് ഇരുന്ന് പറയുന്നുണ്ട്. സ്ക്രാച്ച് കാർഡിന്റെ കാര്യം പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്ക്രാച്ച് കാർഡ് എടുത്തു വെച്ച അത്രയും വലിയൊരു ഉടായ്പ കാണിച്ച് ബിഗ് ബോസിനെ പറ്റിച്ചവനാണ്, എന്നിട്ട് അവൻ ജയിലിലേക്ക് പോയില്ല എന്നൊക്കെ പറഞ്ഞ ആര്യനെ പറ്റി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആര്യന്റെ ഓരോ ഉടായ്പും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, സത്യസന്ധമായ കാര്യങ്ങളാണ് ഷാനവാസ് പറയുന്നത്. പിന്നെ ഷാനവാസ് പറയുന്ന ഒരു കാര്യം, ഞാൻ എന്റെ തൊണ്ട പൊട്ടിച്ചെന്ന് സംസാരിച്ചത്, എന്റെ ഹൃദയം പൊട്ടിച്ച് ചങ്ക് പൊട്ടിച്ച് ഞാൻ സംസാരിച്ചത് നിങ്ങൾക്കൊക്കെ വേണ്ടിയാണ്, നിങ്ങളുടെയൊക്കെ ഫുഡിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. ഇല്ലാതെ എനിക്ക് സംസാരിക്കേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. സംഘടനാ ശക്തി നമ്മൾ കാണിക്കണം, നിങ്ങൾ എല്ലാവരും മിണ്ടണം, സംസാരിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ എല്ലാവരും സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഇവരുടെ അടുത്ത്. എന്നുവെച്ചാൽ അനിമോളുടെ അടുത്തിരുന്നിട്ട് കേട്ടോ. അനിമോള് ആദില, പിന്നെ സാപ്പുമാനും ഇരിപ്പുണ്ട് അപ്പുറത്ത്. പിന്നെ ഷാനവാസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാബേജ് തോരൻ, ഷാനവാസ് ഇത്രയും പൊട്ടിത്തെറിച്ച് റിയാക്ട് ചെയ്തതുകൊണ്ട് ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ തയ്യാറായി എന്ന് പറയുന്നുണ്ട്. പിന്നെ പാവയ്ക്കറിയും ക്യാബേജ് തോരനും, ഇത് ഷാനവാസ് ഇത്രയും ഫൈറ്റ് ചെയ്തതിന്റെ പേര് മാത്രം അവരുണ്ടാക്കാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ഫൈറ്റിന്റെ ഉത്ഭവം അത് എവിടുന്ന് വന്നതാണെന്ന് പറയുന്നുണ്ട്. രാവിലെ ആ ഒരു ഫൈറ്റ് നടന്ന സമയത്ത് അനിമോളുടെ അടുത്തും ആദിലയുടെ അടുത്തും ഒക്കെ അക്ബറും ആര്യനും നെവിനും പറഞ്ഞായിരുന്നു അത്ര, ഉച്ചയ്ക്ക് 2 കറി ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നീട് 2 കറി ഇല്ലാത്തപ്പോഴാണ് ഷാനവാസ് ചോദ്യം ചെയ്തത്. ഷാനവാസ് ചോദ്യം ചെയ്തതിന് ശേഷമാണ് അവരവിടെ 2 കറി ഉണ്ടാക്കിയത്. ഇതൊക്കെ പറയുന്നുണ്ട്, ഞാൻ ചോദ്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ 2 കറി വരില്ലായിരുന്നു എന്ന് ഷാനവാസ് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. നല്ല ഗെയിമാണ് കേട്ടോ ഷാനവാസ് കളിച്ചത്, കിടിലൻ ഗെയിമാണ് കളിച്ചത്. ഇവരെ ജയിലിലേക്ക് വിടാൻ വേണ്ടിയുള്ള ജയിലിലേക്കുള്ള വഴിയും ഷാനവാസ് തുറന്നു കൊടുക്കുന്നുണ്ട്. ഇത്തവണ ബിഗ് ബോസ് ക്യാപ്റ്റൻസിന് ജയിലിൽ പോകാൻ പറ്റില്ല എന്നങ്ങനെ എന്തെങ്കിലും റൂള് വെച്ച് കഴിഞ്ഞാൽ പണി പാളി, അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഷാനവാസ് നല്ല രീതിയിൽ തന്നെ ഇവരെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. കൺവിൻസിങ് സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ സീസണിലെ കൺവിൻസിങ് സ്റ്റാർ ആണ് ഷാനവാസ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.